ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. ഇന്നത്തെ വീഡിയോ എന്താവാനാണ് പോകുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ പ്ലസ് വൺ റിസൾട്ട് റിവ്യൂലും പിന്നെ ഹൗ ഐ ഗോട്ട് ഫുൾ എ പ്ലസ് ഇൻ പ്ലസ് വൺ. അതായത് ഇപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടോ എൻ്റെ റിസൾട്ട് എന്താണ്. അതിനു മുമ്പ് പ്ലീസ് സബ്സ്ക്രൈബ്. അപ്പോൾ നമുക്ക് വീഡിയോ തുടങ്ങാം. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയാനുള്ളത്, ഞാൻ പ്ലസ് വണ്ണിലൊന്നും ഫസ്റ്റ് തന്നെ കുത്തിയിരുന്ന് വായിച്ചിട്ടൊന്നുമില്ല. ഞാൻ ശരിക്കും പറഞ്ഞാൽ എക്സാമിൻ്റെ തലേന്ന് വായിച്ചിട്ട് കിട്ടിയതാണ് എൻ്റെ മാർക്ക്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. ഫസ്റ്റ് തന്നെ ഇംഗ്ലീഷാണ്. മാർക്ക് ഷീറ്റിൽ അങ്ങനെയാണ് വന്നത്. 100-ൽ 90, 90, 100 ഔട്ട് ഓഫ് 90. എന്തിനാണ് കുറഞ്ഞത് എന്നോട് ചോദിച്ചാൽ, ഞാൻ 6 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഇംഗ്ലീഷിൽ എഴുതിയില്ല. ലിറ്ററലി ഞാൻ 6 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ കാണാണ്ട് പോയി. ഇല്ലെങ്കിൽ ഞാൻ എപ്പോഴും നോക്കിയിട്ട് ടിക്ക് ചെയ്ത് വെക്കലാണ്. ഇപ്രാവശ്യം ടിക്ക് ചെയ്ത് വെച്ചു, അതിൻ്റെ ഇടയ്ക്ക് മിസ്സായി. ലെറ്റർ ടു എഡിറ്ററാണ് ഞങ്ങൾക്ക് എഴുതാൻ മിസ്സായത്. അപ്പോൾ അതിൻ്റെ 6 മാർക്ക് പോയി. അപ്പോൾ ഇംഗ്ലീഷിൽ 90 ഔട്ട് ഓഫ് 100. പിന്നെയാണ് സെക്കൻഡ് ലാംഗ്വേജും എനിക്ക് ഇങ്ങനെ തന്നെ അവസ്ഥയാണ്. ഞാൻ 1 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ്റെ ഒരു ബോക്സിലുള്ളതിൽ 2ൻ്റെ ആൻസർ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ശരിക്കും ക്വസ്റ്റ്യൻ വായിക്കാണ്ട് 1 മാത്രമേ എഴുതിയിട്ടുള്ളൂ. 1 എഴുതാത്തതുകൊണ്ട് 1 മാർക്ക് പോയി. അപ്പോൾ ഞങ്ങൾക്ക് 100-ൽ 99 ആണ്. 2 A+ ആണിപ്പോൾ. പിന്നെയാണ് ഫിസിക്സ് നല്ല ഈസി എക്സാം ആയിരുന്നു. പക്ഷേ എനിക്ക് അതിലും ഞാൻ അതേ മിസ്റ്റേക്ക് റിപ്പീറ്റ് ചെയ്തു. 2-3 ക്വസ്റ്റ്യൻ കാണാണ്ട് പോയി. അപ്പോൾ ഫിസിക്സിന് ഞങ്ങൾക്ക് 72 ആണ്. 80-ൽ 72, അത് A+ ആണ്. പിന്നെയാണ് കെമിസ്ട്രി ഏകദേശം എല്ലാവർക്കും നല്ല ടഫായിരുന്നു. ടഫ് പറഞ്ഞാൽ പഠിച്ച ആൾക്കാർക്ക് ഈസി ഉണ്ടായിരുന്നു, പഠിക്കാത്ത ആൾക്കാർക്ക് ഭയങ്കര ടഫായിരുന്നു. പിന്നെ നല്ല ലെവലുള്ള ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു ചോദിച്ചത്. പിന്നെ കൂടുതൽ എനിക്ക് പറയാനൊന്നുമില്ല, ബിക്കോസ് അത് അന്ന് കഴിഞ്ഞതായതുകൊണ്ട് എനിക്ക് കുറേ ഒക്കെ മറന്നു. കെമിസ്ട്രി ഓക്കെയാണ്, 72 ഔട്ട് ഓഫ് 80, A+ ആണ്. പിന്നെയാണ് ബയോളജിയിലും എനിക്ക് 72 ആണ്. കെമിസ്ട്രി 7 ദിവസം ലീവ് ഉണ്ടായി, അതിലാക്കി ഞാൻ 2 ദിവസം മാത്രം പഠിച്ചിട്ടുള്ളൂ. പിന്നെ ബയോളജിക്ക് 5 ദിവസം ലീവ് ഉണ്ടായി, 3 ദിവസം ഞാൻ കഴിഞ്ഞ് 2 ദിവസം പഠിച്ചു. അപ്പോൾ 72 ആണ് ബയോളജിക്ക്. കുഴപ്പമില്ല, അത്യാവശ്യം നല്ല മാർക്ക് തന്നെയാണ്. പിന്നെ മാത്സ് ഈസി ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിൽ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് തെറ്റിച്ചു. അപ്പോൾ 74 ആണ്. ടോട്ടലായിട്ട് പറഞ്ഞാൽ എനിക്ക് ഫുൾ A+ ആണ് പ്ലസ് വണ്ണിൽ. പിന്നെ ഹൗ ഐ ഗോട്ട് ഫുൾ A+ ഇൻ പ്ലസ് വൺ, അതാണ് ഇനി അങ്ങോട്ടുള്ള ഭാഗം. ശരിക്കും പറഞ്ഞാൽ ഞാൻ എക്സാമിൻ്റെ തലേന്നിരുന്ന് പഠിച്ചിട്ടാണ് എനിക്ക് ഫുൾ A+ കിട്ടിയത്. പിന്നെ ഞാൻ ദിവസം പഠിക്കുന്ന ആളൊന്നുമല്ല. വ്യക്തിയ മിസ്റ്റേക്സ് എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യന് കാണൂല, അതായത് ക്വസ്റ്റ്യന് എഴുതാൻ മറന്നു പോകും, അങ്ങനത്തെയാണ് എൻ്റെ മിസ്റ്റേക്ക് പ്രത്യേകിച്ച്. പിന്നെ ഗ്രാമറായിട്ട് മിസ്റ്റേക്കൊന്നും ഇംഗ്ലീഷിലും ലാംഗ്വേജിലൊന്നും ഇല്ല. പിന്നെ ഫിസിക്സിലും അങ്ങനെയാണ്. ആകെ ഒരു പ്രശ്നമുള്ളൂ, അതാണ് ക്വസ്റ്റ്യന് ഞാൻ കാണൂല, മിസ്സായി പോകും. നോക്കാണ്ട് അറിയാണ്ട് ചെയ്തു പോകുന്ന മിസ്റ്റേക്സാണ്. അതെന്താണ് പ്ലസ് വൺ കുട്ടികൾക്ക് എൻ്റെ ഒപ്പീനിയൻ എന്ന് പറഞ്ഞാൽ, പ്ലീസ് ഫസ്റ്റ് തന്നെ പഠിച്ചു തുടങ്ങി. എൻ്റെ പോലെ ലാസ്റ്റ് ഒന്നും പഠിച്ചിട്ടൊന്നും കാര്യമില്ല. അതത് ദിവസം എടുക്കുന്നത് അതത് ദിവസം പഠിച്ചെടുത്താൽ നമുക്ക് പിന്നെ എക്സാം ഭയങ്കര ഈസി ആയിരിക്കും. ഞാൻ എൻ്റെ ഒപ്പീനിയൻ പ്രകാരം ഈ പ്രാവശ്യം പ്ലസ് വണ്ണിന് ഫിസിക്സും മാത്സാണ് ഇത്തിരി ടഫാവാൻ പോകുന്നത്. അപ്പോൾ അത് കുറച്ചും കൂടി സീരിയസ് ആയിട്ട് പഠിക്കുക. പിന്നെ പ്ലസ് ടുവിനത്തെ കാര്യം പറഞ്ഞാൽ, കഴിഞ്ഞ പ്രാവശ്യം ഫിസിക്സും കെമിസ്ട്രിയും നല്ല ടഫായിരുന്നു. അപ്പോൾ ഈ പ്രാവശ്യം നമുക്ക് മാത്സാണ് ടഫാവാൻ പോകുന്നത് എന്നാണ് എൻ്റെ തോന്നൽ. അപ്പോൾ അങ്ങനെ ആവരുത്, നല്ല ഈസി ആവട്ടെ എക്സാം. പിന്നെ എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. പിന്നെ പഠിക്കുന്നവരടുത്ത് പ്ലീസ് ഫസ്റ്റ് തന്നെ പഠിച്ചു തുടങ്ങിയില്ലെങ്കിൽ എൻ്റെ അവസ്ഥ ആയിരിക്കും. എനിക്ക് ഫുൾ A+ ആണ് പ്ലസ് വണ്ണിൽ. നിങ്ങൾക്ക് എത്രയാണ് പ്ലസ് വണ്ണിൽ മാർക്ക് കിട്ടിയത് പ്ലീസ് കമൻറ്റ് ബിലോ. ആൻഡ് എത്രയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, പ്ലസ് വൺ കുട്ടികൾ കാണുന്നതൊക്കെയാണെങ്കിൽ എത്രയാണ് നിങ്ങൾക്ക് പ്ലസ് വണ്ണിൽ നിങ്ങൾക്ക് മാർക്ക് വേണ്ടത് എന്നും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നൊക്കെ ഇത്രയുള്ളൂ. ടാറ്റാ, ബൈ ബൈ.